ഒരു ഭാര്യ ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ റീച്ച് ഉണ്ടാക്കാം, ഫാമിലി വ്ളോഗ് ചെയ്താൽ ഇങ്ങനെ റീച്ച് വരും ചിന്തിക്കുന്ന പല ആളുകളുടെ സമൂഹമാണിത്. അത് തന്നെയല്ല നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളുടെ മെൻറ്റാലിറ്റി എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ. ഒരു സാധാരണ ഒരു ഫോട്ടോ കിട്ടിയാൽ ഒരു തല മാത്രം കിട്ടിക്കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്ത് ഏതൊക്കെ രീതിയിലേക്ക് മാറ്റുമെന്ന് അറിയാവുന്ന ഒരു കാലഘട്ടത്തിൽ ഇവർ രണ്ടും കൂടിയുള്ള ഒരുമിച്ചുള്ള ഉറങ്ങുന്ന സമയത്തുള്ള ഫോട്ടോയും ഇവർ രണ്ടും കൂടി ഇരിക്കുമ്പോൾ പ്രൈവറ്റായിട്ട് ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളും ഇവരുടെ സ്വകാര്യ നിമിഷങ്ങൾ വരെ പോലും ഇവർ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ യൂട്യൂബിലും എല്ലാം ഷെയർ ചെയ്യണം. എന്തിനാണ് അങ്ങനെ ഷെയർ ചെയ്യുന്നത്? ഉമ്മ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളാണ്, അത് നിങ്ങൾക്ക് അവിടെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ ഇതുപോലെ എന്താ പറയുക, പണ്ടത്തെ അമ്മമാരുടെ ചിന്താഗതിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരാം, ഇത് ഈ നൂറ്റാണ്ടാണ് അല്ലെങ്കിൽ ഇത് 90s അല്ല ഇതെന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് വരാം. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ AI ടൂൾ എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്ന നമ്മൾ തന്നെ അവർക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇന്ന് മോനെ നീ ഇതങ്ങോട്ട് എടുത്തോ, ഇത് നീ ഇങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവർ രണ്ടും കൂടിയുള്ളൊരു ഫോട്ടോ, ആ ഫോട്ടോയിൽ ഈ വയനാടൻ ബ്ലോഗർ എന്ന് പറയുന്ന പയ്യൻ അദ്ദേഹം ഷർട്ട് ഇട്ടിട്ടില്ല, വൈഫ് നെഞ്ചിൽ കിടക്കുന്നൊരു ഫോട്ടോയാണ്. ആ ഫോട്ടോ